ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് കിട്ടിയ ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ ഏട്ടൻ അവിടെ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക. അയാളുടെ അഭിനയൊക്കെ കണ്ട ജഗതി ശ്രീകുമാർ തോറ്റു. അത്ര കിഴുകി ചേർന്നുള്ള അഭിനയ. മനോജെ, അയാള് ബെടക്കാക്കി തനിക്കാക്കാൻ മിടുക്കന്. മിക്കവാറും ഇതിനകം തന്നെ അയാള് നിന്റെ അച്ഛന്റെ ആ ഇൻഷുറൻസ് തുക കൈക്കലാക്കിയിട്ടുണ്ടാവും. ജീവിതകാലം മുഴുവൻ കടപ്പുറത്ത് ചെന്ന് തിരകൾ വെണ്ണി സമയം കളയത്തേ ഉള്ളൂ. ഹരിതേ, നീ അത്രയ്ക്ക് എന്നെ കുറച്ചു കാണുമൊന്നും വേണ്ട. പ്രകാശേടൻ ജനിച്ച വയറ്റിൽ തന്നെയാണല്ലോ ഞാനും ജനിച്ചത്. ചതിയുടെ മുഖംമൂടി എടുത്തണിയാൻ എനിക്കും പറ്റും. ഞാനിപ്പോ വീട്ടിലേക്ക് പോകാൻ പോവാ. ഗുഡ്. പക്ഷേ നീ ഒറ്റയ്ക്ക് പോണ്ട. ഈ ചായം തേച്ച് നിൽക്കുന്ന ചെന്നായി ആടിനെയൊക്കെ തിരിച്ചറിയാൻ കുറുപ്പിന്റെ മോൾക്ക് പെട്ടെന്ന് പറ്റും. ഞാനും വരാം. എന്നാ വാ, നമുക്ക് ഉടനെ പോവാം. ഹരിതയുടെ കാറാണല്ലോ. ഇവരിങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. തൽക്കാലം മുങ്ങുന്നതാണ് നല്ലത്. അയ്യോ, എന്താ പ്രകാശേട്ടാ ഇത്? എങ്ങോട്ട് ഓടുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണ്ട്. ഇപ്പോഴും ഓർത്തത് ഞാൻ വരട്ടെ. നിന്റെ ഏട്ടത്തി പോതന നിപ്പുണ്ട്. ഈ പെണ്ണുമ്പളെ കണ്ടോ എന്റെ പെരുവിരലിന്ന് പെരുപ്പ് കയറും. ഹരിതേ, ഏട്ടത്തി ശ്രദ്ധിക്കുന്നു. നീ നടന്ന് വാ. ഹരിതേ, ഏട്ടത്തി. വരണ്ടാളും അകത്തേക്ക് വാ. വരുന്ന കാര്യം ഹരിത പറഞ്ഞതുപോലുമില്ലല്ലോ. വരുന്നതിന് മുമ്പ് മഹാറാണിയോട് ചോദിച്ച അനുവാദം വാങ്ങണമായിരിക്കും. അച്ഛനും അമ്മയ്ക്ക് ഒന്ന് കാണണം തോന്നി ഇങ്ങു പോന്നു അല്ലേ? അത് നന്നായി. അവർക്ക് സന്തോഷാവും. പ്രകാശേട്ടനില്ലേ? ഇത്രയും നേരം ആളിവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പതേ അകത്തേക്ക് പോയി. അപ്പോ ആളുണ്ടല്ലേ? അത് മതി. വാ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ കുടിക്കാറില്ല. പ്രകാശേട്ടാ, ദേ മനോജും ഹരിതയും വന്നത് കണ്ടില്ലേ? ആ, മനോജോ, നിനക്ക് സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇറങ്ങുന്നു. എനിക്ക് എന്തൊക്കെയോ ചില അത്യാവശ്യങ്ങൾ. ആർക്കറിയാം? പ്രകാശേട്ടൻ എന്താ വടക്ക് നോക്കിയ യന്ത്രത്തിലെ ദിനേശൻ കളിക്കുവാണോ? ഞാൻ പ്രകാശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ വന്നത്. ഇപ്പൊ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോണതാണ്. ഒരമണിക്കൂർ കഴിഞ്ഞാലേ ഞാൻ തിരിച്ചു വരും. ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പ്രകാശേട്ടൻ പൊയ്ക്കോ. ഹരിതേ, എന്താണെങ്കിലും ഒരു കാര്യം മനസ്സൂന്നി കേൾക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. തൽക്കാലം ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം അങ്ങ് വരാം.